ഇന്നൊരു ടെമ്പിൾ ഡേ ആണ്. എവിടേക്കാന്നില്ലേ? മണ്ണാറശാല നാഗരാജ ക്ഷേത്രത്തിലേക്ക്. കുറച്ച് ഹെൽത്ത് ഇഷ്യൂ കാരണം 1 വീക്കായിട്ട് ഞാൻ എൻ്റെ വീട്ടിലുണ്ട്. കൂടെ അമ്മാമ്മയും ലാൻഡ് ചെയ്തിരുന്നു. അമ്മാമ്മ തിരിച്ചു പോകുന്നതിന് മുന്നേ ഇവിടെ നിന്ന് കാണിക്കണമെന്ന് വിചാരിച്ചതാണ്. ഇതാണ് നമ്മുടെ ആമക്കുളം. അമ്പലത്തിൽ ചെന്ന് കുറച്ച് നേരം ആമക്കുളമൊക്കെ നോക്കി അവിടെയൊക്കെ കറങ്ങി തൊഴുതിറങ്ങി. അതിനിടയ്ക്ക് ഇവിടുത്തെ കഥകളൊക്കെ അമ്മാമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുവാന്നേ. ഒരുപാട് വെയിലുള്ള ദിവസമായിരുന്നു. പക്ഷെ ഇതിനകത്തോട്ട് കയറിയപ്പോൾ എന്തോ തണുപ്പ്, ഒരു പ്രത്യേക ഭംഗി തന്നെയാണിവിടെ. എല്ലായിടത്തും തൊഴുതിറങ്ങി ഞങ്ങൾ പിന്നെ നേരെ വെളിയിലൊരു കുളം ഉണ്ടായിരുന്നു, അങ്ങോട്ടേക്ക് ഇറങ്ങി. സത്യം പറഞ്ഞാൽ ഇവിടെ കാല് കഴുകിയിട്ടാണെന്ന് തോന്നുന്നു അകത്ത് കയറുന്നത്. ഞങ്ങൾ തൊഴുതിറങ്ങിയിട്ടാണ് ഇവിടെ വന്നത്. പിന്നെ കുറച്ച് നേരം അവിടെ കാലൊക്കെ കഴുകി. അമ്മ ഇറങ്ങിയില്ല, ഞാനും വാവാച്ചിയാണ് ആദ്യം ഇറങ്ങി. കുറച്ച് നേരം അവിടെ കാൽ വെള്ളത്തിലൊക്കെ ഇട്ട് കളിച്ചുകൊണ്ടിരുന്നു. ഉള്ളൊരു പേടിയുണ്ടെങ്കിലും കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ. കുളത്തിൽ നിറയെ കുഞ്ഞു മീനുകളുണ്ടായിരുന്നു. ഇതേ കണ്ടോ, ഒരുപാട് മീനുണ്ട്. ഈ ഒരു ഭാഗത്ത് മാത്രമല്ല, അപ്പുറത്തുമൊക്കെ ഇഷ്ടം പോലെ മീനുണ്ട്. ഞങ്ങൾ ഇറങ്ങുന്നത് കണ്ടുകൊണ്ട് അമ്മാമ്മയും വന്നിരുന്നു കേട്ടോ. സത്യത്തിൽ അമ്മയുടെ അമ്മയാണെങ്കിലും ഞാൻ ശ്യാമളമ്മ എന്നാണ് കൊച്ചിലെ തൊട്ടേ വിളിക്കുന്നത്. വെള്ളത്തിൽ നല്ല തണുപ്പായിരുന്നു. അങ്ങനെ കുറച്ച് നേരം കാലൊക്കെ കഴുകി അതിനകത്ത് ഇറങ്ങി തിരിച്ചു കയറി. അവിടെ സൈഡിൽ കുറേ പുസ്തകങ്ങൾ വയ്ക്കുന്നുണ്ടായിരുന്നേ. എല്ലാത്തരം പുസ്തകങ്ങളും ഉണ്ട്. നോവലുകളുണ്ട്, ഈ അമ്പലത്തിൻ്റെ ചരിത്രമുള്ളതുണ്ട്. പക്ഷേ എൻ്റെ അനിയത്തിയുടെ കണ്ണ് എങ്ങോട്ടാണ് പോയെന്ന് കണ്ടോ. പിന്നെ ഞാൻ വേറൊരു കാര്യം കാണിക്കാം. നോക്കി, പ്രിയദർശിനി ബസ്. ഞാൻ ഇപ്പോഴാണ് കേട്ടോ ഇത് കാണുന്നത്. അതിനിടയ്ക്ക് അമ്മയും കൂടെ ബാത്റൂമിലോട്ട് പോയി. പിന്നെ ഞങ്ങളവിടെ കുറച്ച് നേരം ഇരുന്ന്. അതിനിടയ്ക്ക് അവൾ കണ്ടോ, ഇന്നിവിടുന്ന് മൊത്തം വായിച്ചിട്ടേ പോകുമെന്ന് തോന്നുന്നു. മണ്ണാറശാലയിലെ ചരിത്രം ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകം ഞങ്ങൾ വായിച്ചായിരുന്നേ. ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യമാണ് ഇവിടെ. ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്തെത്തിയിട്ടും അവിടെ രണ്ടാളും പെതുക്കെ വരുന്നതേ ഉള്ളൂ. അവർ കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടന്നു വരികയാണ്. ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു കേട്ടോ. പിന്നെ കടയിലൊക്കെ കയറി ഓരോ സാധനങ്ങളൊക്കെ നോക്കി. ഞാനൊരു പൊട്ട് തപ്പി നടക്കുക കേട്ടോ. ഒരുപാട് എടുത്ത് നോക്കി, അവിടെ എങ്ങും കണ്ടില്ല. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്നൊരു ചെറിയ പൊട്ടുണ്ടല്ലോ, അത്. ഒരുപാട് അമ്പലങ്ങളിൽ നോക്കി, ഓച്ചറയിൽ നോക്കി, ഇവിടെ നോക്കി, ഒരിടത്തും ഇല്ല. അതിൻ്റെ വലുതുണ്ട്. പിന്നെ അവസരം നന്നായിട്ട് വാവാച്ചി മുതലെടുക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഫോണ്. പിന്നെ കുറേ നേരം അവൾ അതിലായിരുന്നു. പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. നമ്മുടെ പഴയ ചെറിയ ഫോണില്ലേ, അതേ ഒരു മോഡൽ. പക്ഷെ അന്ന് ഞാൻ ഇത് കണ്ടിട്ടില്ല കേട്ടോ. പക്ഷെ ഇത് കൊള്ളാം. പേടിക്കണമെന്ന് മനസ്സിലിങ്ങനെ ഉണ്ട്, പക്ഷെ വേണ്ട. അവൾ കുറേ നേരം അതിനകത്തിട്ട് പണിഞ്ഞു. ആ സമയം കൊണ്ട് അമ്മയും വേറെ എന്തൊക്കെയോ മേടിച്ചു. ചെറിയ മാലയും അതും ഇതൊക്കെ മേടിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് അമ്മാമ്മ എനിക്കൊരു മാലയും കൊണ്ട് വന്ന്. ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. അതിനിടയ്ക്ക് അമ്മ എന്നോട് എന്തോ ചോദിച്ചു. എന്തോന്ന് ഞാൻ മറന്നുപോയി കേട്ടോ. എന്തോ ഒരു ചർച്ച നടക്കുമായിരുന്നു, അത് ഞാനങ്ങ് മറന്നുപോയി. കുറച്ച് നേരം ചർച്ചയൊക്കെ ചെയ്ത് നല്ല വെയിലുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോയി. വീട്ടിൽ നിന്ന് ഇറങ്ങിയ കോലം തിരിച്ചു പോകുന്ന കോലവും നോക്കി. അപ്പോൾ അത്രേ ഉള്ളൂ.